ദൈവാലോചനയെ മാറ്റിമറിക്കാൻ ഏതൊക്കെ വക്രബുദ്ധികൾ എങ്ങനെയൊക്കെ കിടഞ്ഞു പരിശ്രമിച്ചെന്ന് പറഞ്ഞാലും ഒരിക്കലും അതൊന്നും നടക്കത്തില്ല. ദൈവാലോചന നിവർത്തിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൻ്റെ ആമേൻ ശബ്ദത്തെ, തൻ്റെ ആത്മാവിനെ ഉപയോഗിക്കും. അനുഗ്രഹീതമായ നല്ല പ്രഭാതം. ഇന്നലെ നമ്മൾ ചിന്തിച്ചതിൻ്റെ ബാക്കി വചനഭാഗം നമ്മൾ ചിന്തിക്കുന്നു. യഹോശാഫാത്ത് ആഹാബ് കൂട്ടുകെട്ട് നമ്മൾ കണ്ടു. വ്യാപാരം, സാമ്പത്തിക വർധനവിന് വേണ്ടിയൊക്കെ അവർ കൂട്ടുകെട്ടൊക്കെ ഉണ്ടാക്കിയെങ്കിലും ആ കൂട്ടുകെട്ടിനെ ദൈവം തകർക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഗിലെയാദിലെ രാമോത്തിലേക്ക് പോകാൻ ആഹാബിന് ഇഷ്ടം തോന്നുകയും യഹോശാഫാത്തിനെ അത് കൂട്ടുവിളിക്കുകയും യഹോശാഫാത്ത് ഒരു ദൈവശബ്ദം അതിനുവേണ്ടി ആരായുകയും കൂടെ നിന്ന പ്രവാചകന്മാരെ കൂട്ടി നിർത്തി സിദക്കിയാവ് ആഹാബിന് അനുകൂലമായ ശബ്ദം പറയുകയും അത് ദൈവത്തിൻ്റെ ശബ്ദമല്ല എന്ന് തിരിച്ചറിഞ്ഞ യഹോശാഫാത്ത് ഇനി ആരെങ്കിലും ഉണ്ടോ ദൈവാലോചന അറിയിക്കുന്ന പ്രവാചകനെന്ന് ചോദിക്കുകയും ഇമ്ളയുടെ മകനായ മീഖായാവ് എന്ന് പറയുന്ന ഒരുത്തനുണ്ട്, അവൻ എന്നെക്കുറിച്ച് ഗുണം പറയത്തില്ല, ദോഷമേ പറയത്തുള്ളൂ, അതുകൊണ്ട് അവനെ ഞാൻ ദൂരെ മാറ്റി നിർത്തിയേക്കുക, എൻ്റെ കൂടെ അടുപ്പിക്കത്തില്ല എന്ന് പറഞ്ഞു. ആഹാബിൻ്റെ ആ ശബ്ദമാണ് ഇന്നലെ നമ്മൾ ചിന്തിച്ചത്. ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് ഇമ്ളയുടെ മകനായ മീഖായാവ് പറഞ്ഞ ദൈവാലോചന നിവർത്തിയായി എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് സിദക്കിയാവ് എന്ന് പറയുന്ന ആ ഒരു കള്ളപ്രവാചകൻ വന്ന് ചെകിട്ടത്തടിക്കുകയാണ് മീഖായാവിൻ്റെ. എന്തോ പറഞ്ഞുകൊണ്ടാ? ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ വിട്ടിട്ട് ഏതു വഴിയാണ് നിൻ്റെ അടുത്തിട്ട് വന്ന് ഇങ്ങനത്തെ ദൂത് പറയാൻ? മീഖായ വടി കൊണ്ടിട്ട് പറഞ്ഞ പദമുണ്ട്, നീ ഒളിപ്പാനായിട്ട് അറ തേടി നടക്കുന്ന സമയത്ത് നീ ഇത് കാണും. ഒളിപ്പാനായിട്ട് അറ തേടി നടക്കുന്ന സമയത്ത് നീ ഇത് കാണും. ഇത് മാത്രമല്ല, ഇസ്രായേൽ മൊത്തം കേട്ടോ. ആമേൻ. രാജാവ് പറയാ, ഞാൻ സമാധാനത്തോടെ മടങ്ങി വരുന്നത് വരെ പിന്നെ ഞെരുക്കത്തിൻ്റെ അപ്പവും ഞെരുക്കത്തിന് വെള്ളവും കൊടുക്കാൻ. 22:27 വാക്യം കാണുന്നത് കേട്ടോ, സമാധാനത്തോടെ മടങ്ങി വരുവോളം. പക്ഷേ മീഖായാവ് പറയുന്നൊരു പദമുണ്ട്, നീ സമാധാനത്തോടെ മടങ്ങി വരുവാണെങ്കിൽ എൻ്റെ നാവിന്മേൽ ഈ വചനം ദൈവം തന്നിട്ടില്ല. എല്ലാവരും കേട്ടോ ഉറക്കെയാ വിളിച്ചു പറഞ്ഞു. കാരണം ദൈവാലോചന പറയുന്നതിന് ഭയങ്കര ധൈര്യമാണ്. ആത്മധൈര്യം എന്ന് പറഞ്ഞാൽ കുഞ്ഞെ ചെറിയ കാര്യമല്ല. നിനക്ക് വേണ്ടത് അതാ. നിനക്ക് വിദ്യാഭ്യാസമുണ്ട്, കഴിവുണ്ട്, ആമേൻ, എല്ലാം ഉണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ ചില കാര്യങ്ങൾക്കകത്ത് ധൈര്യത്തോടെ ചുവട് വെക്കാൻ കഴിയുന്നില്ലല്ലേ? നിനക്ക് വേണ്ടത് ആത്മധൈര്യമാ. ആത്മധൈര്യം ചുമ്മാതൊന്നും കിട്ടുകയില്ല. അതിന് ദൈവത്തോട് കൂടെ നീ നടക്കണം, ദൈവത്തിൻ്റെ സന്നിധി നീ ഇരിക്കണം. എത്ര സമയം നിങ്ങൾ പ്രാർത്ഥനയ്ക്കായിട്ട് മുട്ടുമടക്കും? എത്ര സമയം കർത്താവുമായിട്ടുള്ള ഫെലോഷിപ്പ്, കൂട്ടായ്മ നിങ്ങൾ അനുഭവിക്കും? പ്രിയരെ, അതിന് നിങ്ങൾ സമയം കണ്ടെത്താതെ, ഞാൻ അതിന് സമയം കണ്ടെത്താതെ ഇരുന്നാൽ ചിലതിൻ്റെ മുമ്പിൽ ധൈര്യഹീനരായിട്ട് നമ്മൾ നിൽക്കേണ്ടി വരും. പെന്തക്കോസ്ത് നാളിൽ ആമേൻ അപ്പോസ്തലന്മാർ എന്ത് പ്രാപിച്ചു? അഭിഷേകത്തിന് ശക്തി പ്രാപിച്ചു അല്ലേ? അവർ സഭ ആമേൻ ഉണ്ടാക്കാനായിട്ട്, ചർച്ച് പ്ലാൻ ചെയ്യാനായിട്ട് ഇറങ്ങിത്തിരിച്ചു അല്ലേ? പക്ഷേ എതിർ ശക്തികൾ അടങ്ങിയിരുന്നു? എതിർ ശക്തികൾ അടങ്ങിയിരുന്നില്ല. അവരെന്ത് ചെയ്തു? ആമേൻ മാക്സിമം ഇതിനെ അടിച്ചമർത്താൻ നോക്കി. ഒരിക്കലും അവർ ധൈര്യഹീനരായി മാറി. ആമേൻ ആ ധൈര്യഹീനരാകുമ്പോൾ 4-ാം അധ്യായത്തിൽ അവരൊരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയുടെ ഒടുവിൽ ഇങ്ങനെ നമ്മൾ കാണുന്നത്, ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാവരും ധൈര്യപ്പെട്ടു, പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി വചനം പ്രസ്താവിച്ചു. ഉണ്ടോ? ധൈര്യപ്പെട്ടു എന്നൊരു പദം അവിടെ കാണുന്നു. നിനക്ക് ധൈര്യം തരുന്നത് പരിശുദ്ധാത്മാവ. ഇത് ഞാൻ പറയുമ്പോൾ ഇത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ മാംസപ്പലകെ കോറിയിട്ടിട്ട് കർത്താവിനോടൊപ്പം നീ സമയം സ്പെൻഡ് ചെയ്തിട്ട് മുന്നോട്ടൊന്ന് ഇറങ്ങി നോക്കിയ കുഞ്ഞെ, നീ ധൈര്യത്തോടെ കോൺഫിഡൻസോടുകൂടി ആ മേഖലയിൽ വിജയിക്കുന്നത് കാണാം. ബുദ്ധിയിൽ നീ കൂടുതൽ കണക്ക് കൂട്ടുന്ന അങ്ങ് വിട്ടിട്ട് ആത്മാവിൽ നീ ദൈവസാന്നിധ്യത്തിനകത്ത് ഇരിക്കുന്ന അനുഭവത്തിലേക്കൊന്ന് മടങ്ങി വാ. നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ പ്രവൃത്തി കണ്ടിരിക്കും, ദൈവത്തിൻ്റെ മഹത്വം കണ്ടിരിക്കും. ഹല്ലേലൂയ. നോക്കിയേ, മീഖായാവിൻ്റെ കോൺഫിഡൻസ് കണ്ടോ? മീഖായാവിൻ്റെ കോൺഫിഡൻസ് കണ്ടോ? നിങ്ങൾ ധൈര്യത്തോടെ വരുവാണെങ്കിൽ ദൈവനെ അയച്ചിട്ടില്ല. സമാധാനത്തോടെ വരുവാണെങ്കിൽ ദൈവനെ അയച്ചിട്ടില്ല. എല്ലാവരും കേട്ടോളാനാണ് പറഞ്ഞത്. ഇത് കേട്ടതും ആകാവങ്ങ് കിടുങ്ങി. ആകത്തളങ്ങൾ അവൻ എങ്ങോട്ടും
പ്രാളപ്പെട്ട് ഇവൻ എന്താ ചെയ്തെന്നറിയാമോ? ഇവൻ വേഷം മാറിയിട്ട്, രാജാവിൻ്റെ വസ്ത്രം ധരിച്ചല്ല, തലേ കിരീടം വെച്ചിട്ടല്ല, ഒരു സാധാരണക്കാരനെ പോലെ വേഷം മാറിയിട്ട് പടയിൽ കടന്നു. എടാ ആഹാവേ, നീ വേഷം മാറി അരാം രാജാവിനെയും അവിടുത്തെ പടയാളികളൊക്കെ പറ്റിക്കാൻ നോക്കിയാലും ദൈവത്തിൻ്റെ ദാസൻ പറഞ്ഞ ദൈവാലോചനയെ നിനക്ക് അത് പറ്റിക്കാൻ പറ്റത്തില്ല കേട്ടോ. ദൈവത്തെ നിനക്ക് മറികടക്കാൻ പറ്റത്തില്ല. അവിടെ വായിക്കുന്നൊരു പദമുണ്ട്, ഒരുത്തൻ യാദർച്ഛിയ. നോക്കിയേ, ഹല്ലേലൂയ, 31 വാക്യങ്ങളിലൊക്കെ നമുക്കത് കാണാൻ കഴിയും. ഹല്ലേലൂയ. യെഹോശാഫാത്തിനോട് പറഞ്ഞു, നീ രാജവസ്ത്രം ധരിച്ചിരുന്നു. ഇവനിത് മനസ്സിലാവുന്നില്ല, എന്നെ കൊടുക്കുവാന്ന് മനസ്സിലാവുന്നില്ല. മറ്റവും വെറും ഒരു പടയാളിയുടെ വേഷം മാറി വേഷം ധരിച്ചു. കാരണം എന്ത് ചെയ്തത് തിരിച്ചറിയില്ലേ. പക്ഷേ ഒരുത്തൻ വില്ല് കൊലച്ച് രാജാവിൻ്റെ നെഞ്ചിലേക്ക് തന്നെ എയ്യാനിടയായിത്തീർന്നു. തുളഞ്ഞു പോയെന്ന വായിക്കുന്നത്. സന്ധ്യ വരെ അവൻ ആ രഥത്തിൽ അങ്ങനെ നിന്നിട്ട് സന്ധ്യയ്ക്ക് അവൻ മരിച്ചു. നായ്ക്കൾ അവൻ്റെ രക്തം നക്കിയതായിട്ട് തിരുവചനത്തിനകത്ത് കാണുന്നു. എന്തിനാ ഞാനിത് പറഞ്ഞേ? ദൈവത്തിൻ്റെ ആലോചനയെ എങ്ങനൊക്കെ മറികടക്കാൻ നോക്കിയാലും നടക്കാതിരിക്കാൻ നോക്കിയാലും ദൈവമാണോ പറഞ്ഞത്, അത് നടന്നിരിക്കും. യെഹോശാഫാത്തിൻ്റെ വിഷയത്തിലോ ചുറ്റുപാടുമുള്ള ചുറ്റും വളഞ്ഞ ആൾക്കാർ ഉടനെ ഒറ്റ നിലവിളി. ഈ നിലവിളിയിൽ അയ്യേ രാജാവ് താഴ്ന്ന് കരയുന്നു, വിട്ടുപോകാൻ രാജാവൊന്നുമല്ല എന്ന് പറഞ്ഞ് അവർ തിരിച്ചുപോയി. യെഹോശാഫാത്തിൻ്റെ ജീവൻ തിരികെ കിട്ടി. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ചിലതിനെ പകരം കൊടുത്തിട്ട് ദൈവം നിൻ്റെ ജീവനെ മടക്കി തരും. പക്ഷേ റൂട്ട് മാറിപ്പോകരുത്. പ്രാർത്ഥനയിലിരിക്കണം. ധൈര്യം ദൈവം തരും. ആത്മാവിൻ്റെ ധൈര്യം ദൈവം നിനക്ക് തരും. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ സഹോദരങ്ങളെയും ഞാൻ അങ്ങയുടെ കരങ്ങളിൽ ഫരമേൽപ്പിക്കും. ദൈവകൃപ അവരുടെ മേൽ അധികം പകർന്നാട്ട്, ദൈവശക്തി അവരുടെ മേൽ അധികം പകർന്നാട്ട്. മഹത്വമങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.